ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങളുടെ അക്കൗണ്ടിങ്ങിന്റെ ഒരു +1 അക്കൗണ്ടിങ്ങിന്റെ റാപ്പിഡ് റിവിഷൻ സെഷനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടം വരെയാണ്? ട്രയൽ ബാലൻസ് വരെ പറഞ്ഞു നിർത്തി. ശരിക്കും പറഞ്ഞ ട്രയൽ ബാലൻസ് വരെ പറഞ്ഞു നിർത്തിയാൽ ഇനി അടുത്ത ഫൈനൽ അക്കൗണ്ട്സ് കയറണം. അടുത്ത ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കയറേണ്ടതാണ്. അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പഠിക്കേണ്ടതാണ്. കാരണം എന്തുകൊണ്ടാണ് ട്രയൽ ബാലൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നിർമ്മിക്കുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് ടു ലേൺ വൺ തിങ് വിച്ച് ഈസ് സ്പെഷ്യൽ ജേർണൽസ്. നമ്മൾ സ്പെഷ്യൽ ജേർണൽസിനെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കഥകളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ എവിടെ തുടങ്ങി? മിയർലി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനിൽ നിന്ന് തുടങ്ങി. ആ പറയുന്ന ട്രാൻസാക്ഷനെ ജേർണലൈസ് ചെയ്യാൻ പഠിച്ചു. ജേർണലൈസ് ചെയ്ത ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പഠിച്ചു. പോസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാക്കി. ഇനി നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് സ്പെഷ്യൽ ജേർണൽസ് ഈ പറയുന്ന എല്ലാ ഓർഗനൈസേഷൻസും കീപ്പ് ചെയ്യും. ആ പറയുന്ന സ്പെഷ്യൽ ജേർണൽസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ സ്പെഷ്യൽ ജേർണൽസ് എന്നാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്? പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്, പെറ്റി ക്യാഷ് ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. ഇത് ഓരോന്നും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. എന്നാലും ഞാൻ പറയാം. നമ്മൾ നേരത്തെ ഒരു ക്യാഷ് ലെഡ്ജർ പഠിച്ചു അല്ലേ? നമ്മൾ എന്ത് പഠിച്ചു? ക്യാഷ് ലെഡ്ജർ പഠിച്ചു. ക്യാഷ് അക്കൗണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ക്യാഷ് അക്കൗണ്ട് എന്താണ്? ക്യാഷ് അക്കൗണ്ട് എന്താണ്? നമ്മൾ ഈ പറയുന്ന ക്യാഷിനെ കൂട്ടുന്ന സാധനത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്യാഷിനെ കൂട്ടുന്ന സാധനത്തിനൊക്കെ എന്ത് ചെയ്യും? ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസിന് എന്ത് ചെയ്യും? കൂട്ടി പോകും. ക്യാഷിൽ നിന്ന് കുറയുന്ന സാധനത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്യാഷിൽ നിന്ന് കുറയുന്ന കാര്യത്തിനൊക്കെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. നമുക്ക് അവസാനം എന്ത് കിട്ടും? ക്രെഡിറ്റ് സൈഡിൽ എത്രയാണോ ക്യാഷിന്റെ ബാലൻസ് അത്രയും കിട്ടും. ചുരുക്കി പറഞ്ഞ ഈ പറയുന്ന ക്യാഷിന്റെ കൂടെ ഈ പറയുന്ന ഓപ്പണിംഗ് ക്യാഷിന്റെ കൂടെ കൂടുന്ന ഐറ്റത്തിന് നമുക്ക് ചുരുക്കി പറഞ്ഞൊരു പേരിട്ട് വിളിക്കാം. റിസീറ്റ്സ് എന്ന പേരിട്ട് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? റിസീറ്റ്സ് എന്ന പേരിട്ട് വിളിക്കാം. കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്? നമ്മൾ കുറെ എമൗണ്ട് റിസീവ് ചെയ്യുന്നു. നമ്മൾ ആ പറഞ്ഞ റെസീപ്റ്റുകൾ കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ക്യാഷ് അക്കൗണ്ട് കൂടുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. റെസീപ്റ്റിന്റെ ഓപ്പോസിറ്റ് ആസ്പെക്ട് ആയ പേയ്മെന്റ് മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ക്യാഷ് എന്ത് ചെയ്തത്? കുറഞ്ഞു വരുന്നത്. റെസീപ്റ്റിന്റെ ഓപ്പോസിറ്റ് ആസ്പെക്ട് ആയ പേയ്മെന്റ് മൂലമാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന റെസീപ്റ്റ് കുറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ജേർണലിൽ ഇപ്പൊ നമ്മൾ ഒരു സെയിൽ നടക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞ എൻട്രി ഇടും? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? എൻട്രി ഇടും. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്തു? സെയിൽസ് മൂലം എന്ത് കൂടി? ഇപ്പൊ നമ്മളുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും. സെയിൽസ് മൂലം എന്ത് കൂടി? ക്യാഷ് കൂടി എന്ന് എഴുതി വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ജേർണൽ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞ അക്കൗണ്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ജേർണൽ എഴുതിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറയുന്ന ലെഡ്ജറിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറയുന്ന ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോകാം. എങ്ങനെയാണെങ്കിൽ ഒരു എൻട്രി വഴി പോവാം. ജേർണലിൽ ഒരു എൻട്രി ഇട്ട് നമുക്ക് ഈ പറഞ്ഞ ലെഡ്ജറിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് പോവാം. പക്ഷെ ഇത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ടൈം കൺസ്യൂമിംഗ് ആണ്. ജേർണൽ എന്ന് ഇപ്പൊ നമ്മളൊരു ഒരു ഓർഗനൈസേഷൻ, ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും ആ ഒരു ഓർഗനൈസേഷനിൽ പ്രോപ്പർ അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിംഗ്, എല്ലാ അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ ആ പറയുന്ന സ്ഥാപനത്തിൽ ഉറപ്പായിട്ടും ജേർണൽ എൻട്രീസ് ഉണ്ടാവും. ആ പറയുന്ന ജേർണൽ എൻട്രീസിനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ
നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ കേസ് എടുത്താൽ ഏതൊരു ഓർഗനൈസേഷൻ കേസ് എടുത്താലും അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒരുപാട് നടക്കും. ക്യാഷ് വരുന്നതും പോകുന്നതൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് നടക്കും. അപ്പൊ പറഞ്ഞ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ജേർണൽ എൻട്രി ഇട്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല കഴിയണമെന്നില്ല. ജേർണൽ എൻട്രീസ് ഇട്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴാണ് കുറച്ച് സ്പെഷ്യൽ ജേർണൽസിന്റെ ഉപയോഗം വരുന്നത്. നമുക്ക് ലെഡ്ജറിൽ ഒരു കാര്യം അറിയാം. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ലെഡ്ജർ കീപ്പ് ചെയ്യാൻ നമുക്ക് ഒരു കാര്യം അറിയാം. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷിന്റെ കൂടെ കൂടുന്നതും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷിനെ കുറയ്ക്കുന്നതുമായ ഐറ്റംസ് ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്കതിനെ ഒരു ക്യാഷ് ബുക്കായിട്ട് മാറ്റാം. എന്ന് പറഞ്ഞാൽ എ ബുക്ക് ടു റെക്കോർഡ് ദ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ക്യാഷ്. എ ബുക്ക് ടു റെക്കോർഡ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു ക്യാഷ്. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട റിസീറ്റും പേയ്മെന്റ് എഴുതുന്ന ഒരു ബുക്ക്, അതിനെ നമ്മൾ ക്യാഷ് ബുക്ക് എന്ന പേരിട്ട് വിളിക്കും. അതൊരു ലെഡ്ജറാണ്, അതൊരു ജേർണലാണ്, അതൊരു സ്പെഷ്യൽ ജേർണലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻട്രിയുടെ ബുദ്ധിമുട്ടണ്ട. ജസ്റ്റ് പോസ്റ്റ് ട്രാൻസാക്ഷൻ ഇൻ സിംഗിൾ കോളം അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യുക? ഒന്ന് പോസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ഈ പറയുന്ന സ്പെഷ്യൽ ജേർണൽസിന് ഉപയോഗം വന്നത്. ഈ പറഞ്ഞ സിംഗിൾ കോളം ക്യാഷ് ബുക്കിന് എല്ലാ ജേർണലും ഞാൻ ഒന്ന് പറയാം. ഈ പറഞ്ഞ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഒറ്റ എമൗണ്ട് കോളമേ കാണുള്ളൂ, ക്യാഷ്. എന്നും പറഞ്ഞാൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട റിസീറ്റും പേയ്മെന്റും മാത്രമേ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. എന്താണ്? ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട റിസീറ്റും പേയ്മെന്റും മാത്രമേ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് വി ഹാവ് ടു റെക്കോർഡ് ഓൾ ദ ട്രാൻസാക്ഷൻ പെർട്ടൈനിങ് ടു ക്യാഷ് ആൻഡ് ബാങ്ക്. ക്യാഷും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസീറ്റും പേയ്മെന്റും എവിടെ എഴുതണോടെ? ഡബിൾ കോളം ക്യാഷ് ബുക്ക് എഴുതണം. അപ്പൊ ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ചില സ്ഥാപനം എന്ത് ചെയ്യും? ഡബിൾ കോളം ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അത് എന്തനുസരിച്ചിരിക്കും? അവരുടെ ട്രാൻസാക്ഷന്റെ സൈസ് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ത് ചെയ്യാനുണ്ടേ? ഈ പറയുന്ന ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട റിസീറ്റും പേയ്മെന്റും അക്കൗണ്ട് ചെയ്യാൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ക്യാഷ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട റിസീറ്റും പേയ്മെന്റും അക്കൗണ്ട് ചെയ്യാൻ. പിന്നെ വരുന്ന മൂന്നാമത്തെ അക്കൗണ്ട് വിളിക്കുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഒരു സ്ഥാപനത്തില് ഒരു ദിവസം മെറ്റീരിയൽ ചെലവുകൾ നടക്കും, ഇമ്മെറ്റീരിയൽ ആയ ചെലവുകൾ നടക്കും. ഒരു മെറ്റീരിയൽ ചെലവിന്റെ പേര് പറഞ്ഞ എന്താണ്? പർച്ചേസ് ഓഫ് ഗുഡ്സ്. വിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് മേടിക്കുന്നു, ഗുഡ്സ് മേടിക്കുന്നു. അതെന്താണ്? ഒരു കമ്പനി സമയത്തുള്ള കമ്പനിക്ക് എന്താണ്? ഒരു മെറ്റീരിയൽ കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കും. ഏത് ക്യാഷ് ബുക്ക്? സിംഗിൾ കോളമോ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. പക്ഷേ 50 രൂപയുടെ സ്നാക്സ് മേടിച്ചു. എന്ത് മേടിച്ചു? 50 രൂപയുടെ സ്നാക്സ് മേടിച്ചു. അതെന്താണ്? ഒരു കമ്പനിക്ക് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദാറ്റ് ഇമ്മെറ്റീരിയൽ തിങ്സ് ഹാസ് ടു ബി റെക്കോർഡഡ് ഇൻ എ സെപ്പറേറ്റ് ക്യാഷ് ബുക്ക് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. മീൻസ് പെറ്റി എക്സ്പെൻസസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, പെറ്റി എക്സ്പെൻസസ് നോട്ട് ഇൻകം, പെറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ് പെറ്റി ക്യാഷ് ബുക്ക്. And that petty cash book is maintained as per Impress system. Impress system പ്രകാരമാണ് എന്ത് ചെയ്യണത്? ഈ പറഞ്ഞ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെന്താണ് നമുക്കറിയാം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്തത് സെയിൽസ് ഡേ ബുക്ക്. ഇതെല്ലാവരും പരീക്ഷയ്ക്ക് തെറ്റിക്കും. സെയിൽസ് ഡേ ബുക്കും പർച്ചേസ് ഡേ ബുക്കും പരീക്ഷയ്ക്ക് തെറ്റിക്കും. സെയിലും പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് അല്ല സെയിൽസ് ഡേ ബുക്കും പർച്ചേസ് ഡേ ബുക്കും. ഓൺലി ക്രെഡിറ്റ് സെയിൽസ് ആർ റെക്കോർഡ് ഇൻ സെയിൽസ് ഡേ ബുക്ക് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ആർ റെക്കോർഡ് ഇൻ പർച്ചേസ് ഡേ ബുക്ക്. ശ്രദ്ധിക്കണം. ക്യാഷ് പർച്ചേസും ക്യാഷ് സെയിലും ആണെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലോ ഡബിൾ കോളം ക്യാഷ് ബുക്കിലോ റെക്കോർഡ് ചെയ്യും. But if those purchases or those sales are with respect to credit,
with respect to a credit transaction, then it has to be recorded in what? Sales day book and purchase day book. It has to be recorded in what? Sales day book and purchase day book. Okay, that means only credit purchases and credit sales are recorded in purchase day book and sales day book respectively. Okay, okay. അതിന്റെ സ്പെസിഫിക് ഫോം ഒക്കെ ഉണ്ട്. റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ക്വാണ്ടിറ്റി റേറ്റും വെച്ച് ഗുണിച്ച് നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ട് ഒക്കെ വെച്ചാൽ എഴുതും. നമുക്കത് അറിയാം. നമ്മൾ എന്തായാലും കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ പഠിക്കും. ഇനി സെയിൽസ് റിട്ടേൺ ബുക്കും പർച്ചേസ് റിട്ടേൺ ബുക്കും, ഈ പറയുന്ന സെയിൽസ് ഡേ ബുക്കിലും പർച്ചേസ് ഡേ ബുക്കിലും ഉണ്ടായ റിട്ടേൺസ്, നമ്മൾ കുറച്ച് സാധനം മേടിച്ചു, നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു, പർച്ചേസ് ചെയ്തതിൽ കുറച്ച് സാധനം എന്തോ ഒരു കേടുപാടുകളുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് കോൾഡ് പർച്ചേസ് റിട്ടേൺ. നമ്മളെ വിറ്റ സാധനത്തിൽ, കൺസ്യൂമറിന് വിറ്റ സാധനത്തിന് എന്ത് ചെയ്തു, എന്തോ ഒരു കേടുപാടുണ്ട്, കൺസ്യൂമർ തിരിച്ചു. ദാറ്റ് ഈസ് സെയിൽസ് റിട്ടേൺ. ആൻഡ് ദോ സെയിൽസ് റിട്ടേൺ ആൻഡ് പർച്ചേസ് റിട്ടേൺ has to be recorded in a separate book called sales return book and purchase return book respectively. Okay. ഇനി ഒരു കാര്യം ഞാൻ പറയാം. തിയറി ആണ് പറയുന്നത്, പ്രോബ്ലത്തിലോട് കയറിയിട്ടില്ല. കുറച്ച് തിയറി അറിയണം, അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവുകയുള്ളൂ. സെയിൽസ് റിട്ടേൺ ബുക്ക് നമ്മളിപ്പോ സെയിൽസ് നടത്തുമ്പോൾ ക്രെഡിറ്റ് സെയിൽ നടത്തി, ഏത് നടത്തി, ക്രെഡിറ്റ് സെയിൽ നടത്തി. ക്രെഡിറ്റ് സെയിൽ നടക്കാൻ നമ്മൾ എവിടെ എഴുതി വെക്കും, സെയിൽസ് ഡേ ബുക്കിൽ എഴുതി വെക്കും. എവിടെ എഴുതി വെക്കും, സെയിൽസ് ഡേ ബുക്കിൽ എഴുതി വെക്കും. ആ പറയുന്ന ക്രെഡിറ്റ് സെയിൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിൽസ് റിട്ടേൺ നമ്മൾ എവിടെ എഴുതി വെക്കും, സെയിൽസ് റിട്ടേൺ ബുക്കിൽ എഴുതി വെക്കും. സംശയമൊന്നുമില്ല. പരീക്ഷയ്ക്ക് ചോദിക്കും, പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളൊരു സെയിൽസ് നടത്തി, അതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്താണ്? വാട്ട് ഈസ് ദ സോഴ്സ് ഡോക്യുമെന്റ് ഓഫ് എ സെയിൽ? ഒരു സെയിൽ നടക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളിൽ നിന്ന് കൺസ്യൂമറിലേക്ക് പ്രോഡക്റ്റ് അല്ലാതെ കൈമാറുന്ന സാധനത്തിന് വിളിക്കുന്ന പേര് എന്താണേ? നമ്മൾ ബിൽ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് എ പീസ് ഓഫ് പേപ്പർ വിച്ച് കണ്ടെയ്ൻസ് ഓൾ തിങ്സ് മീൻസ് എന്ന ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് എല്ലാം കാണും. എന്തുകൊണ്ട് ബന്ധപ്പെട്ട? പറഞ്ഞ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട, പറഞ്ഞ കൺസ്യൂമർ മേടിച്ച എല്ലാ സാധനത്തിനും ഡീറ്റെയിൽസ് അതിനകത്ത് കാണും. അതിന് നമ്മൾ ബില്ല് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കോൾഡ് as what? ബിൽ. ഇറ്റ് ഈസ് കോൾഡ് as what? ടാക്സ് ഇൻവോയ്സ്. അതിനെന്ന് വിളിക്കും, ടാക്സ് ഇൻവോയ്സ് എന്നോ ഇൻവോയ്സ് എന്ന് പേരിട്ടോ വിളിക്കും. അപ്പൊ ഒരു സെയിൽസ് നടക്കുമ്പോൾ നമ്മളിൽ നിന്ന് കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റിന്റെ കൂടെ കൈമാറുന്ന പറയുന്ന പീസ് ഓഫ് പേപ്പറിന് വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെന്റ് വിച്ച് ഈസ് കോൾഡ് വാട്ട്? ഇൻവോയ്സ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പർച്ചേസ് റിട്ടേൺ നടത്തുമ്പോഴും സെയിൽസ് റിട്ടേൺ നടത്തുമ്പോഴും ഒരു സോഴ്സ് ഡോക്യുമെന്റ് അവിടെ ഉണ്ടായിരിക്കണം. മീൻസ് what all are the things is returned back. What all are the things is returned back എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ ആ പറയുന്ന ഡോക്യുമെന്റിനെ ക്രെഡിറ്റ് നോട്ട് എന്നും, പർച്ചേസ് റിട്ടേൺ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ പറയുന്ന ഡോക്യുമെന്റിനെ ഡെബിറ്റ് നോട്ട് എന്ന് പേരിട്ടും വിളിക്കും. എന്താണ്? സെയിൽസ് റിട്ടേൺ ബുക്കിൽ ക്രെഡിറ്റ് നോട്ട് ഈസ് എ സോഴ്സ് ഡോക്യുമെന്റ്. മീൻസ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വിറ്റ സാധനം എനിക്ക് തിരിച്ചു തരെയാണ്, എന്തോ ഒരു കേടുപാടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ക്രെഡിറ്റ് നോട്ടും കൂടെ തരും എനിക്ക്. എന്ത് തരും? ഒരു ക്രെഡിറ്റ് നോട്ടും കൂടെ എനിക്ക് തരും. മീൻസ് ദിസ് മച്ച് എമൗണ്ട് ഓഫ് തിങ്സ് ആർ സീൻ ടു ബി പെരിഷ്ഡ്, അല്ലെങ്കിൽ എന്താണ്, ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് എനിക്ക് തരും. കാരണം തരണം. ഓക്കെ, പർച്ചേസ് ആയാലും അങ്ങനെ തന്നെ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥാപനത്തിന്റെ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ആ പറയണ സ്ഥാപനത്തിന്റെ ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ അല്ലേ? ഒരു സ്ഥാപനത്തിന്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ, നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥാപനത്തിന് വിറ്റുപോയ സാധനങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ മൊത്തം വിറ്റ സാധനവും വിറ്റിട്ട്
പ്രശ്നമായി തിരിച്ചു വന്ന സാധനം കൂടെ കുറച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ പറയുന്ന സ്ഥാപനത്തിന്റെ ടോട്ടൽ സെയിൽസ് ആവത്തുള്ളൂ. ആൻഡ് ദിസ് ഈസ് ഓൾസോ ദ കേസ് ഓഫ് പർച്ചേസ്. ഈ കേസ് തന്നെ എവിടെ ഉള്ളത്, പർച്ചേസ് ഉള്ളത്. പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ഈസ് വാട്ട്, നെറ്റ് പർച്ചേസസ്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ജേണലിനെ പറ്റി ഒരുപാട് തിയറി ഞാൻ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് സ്പെഷ്യൽ ജേണൽ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണ് ഡേ? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് എ സ്പെഷ്യൽ ജേണൽ which is used to be recorded what the receipts and payments with respect to cash. ഓക്കെ, വളരെ സിമ്പിൾ ആണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അഥവാ ചോദിച്ചാൽ എളുപ്പമായി ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, പോവാം. ഒരു മിനിറ്റ്, ഒരു എക്സൽ ഷീറ്റിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സൽ ഷീറ്റ് ഒന്ന് എടുക്കണം. എക്സൽ ഷീറ്റ് ഒന്ന് എടുക്കണം. എക്സൽ ഷീറ്റ് ഈസ് ദിസ് വൺ. ഇതാണ് എക്സൽ ഷീറ്റ്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇതാണ് എന്ത്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്? വെയർ all the receipts and payments with respect to cash is recorded. ഇത് നമ്മൾ പെട്ടെന്ന് പറയും, കാരണം എന്താണ്, this question അങ്ങനെ ചോദിക്കാറില്ല പരീക്ഷയ്ക്ക്. will not be asked in the examination എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അങ്ങനെ ചോദിച്ചുള്ള ഒരു രീതിയില്ല, കാരണം പെട്ടെന്ന് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട്. ഓക്കെ, എനിവേ നമുക്ക് എന്തായാലും സിലബസിലുള്ള കാര്യമാണ്, നമുക്ക് റിവൈസ് ചെയ്താലേ പറ്റുകയുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ്, ക്യാഷിനെ കൂട്ടുന്ന കാര്യത്തിനൊക്കെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്യാഷിനെ കുറയ്ക്കുന്ന കാര്യത്തിനെല്ലാം ക്രെഡിറ്റ് ചെയ്യണം. ഈ ഒരു പോയിന്റ് മാത്രം മനസ്സിൽ വയ്ക്കുക. ഓരോ ട്രാൻസാക്ഷൻ നോക്കുക, എനിക്ക് പറഞ്ഞു തരിക. ഞാനിവിടെ ചെയ്യും, നിങ്ങൾ പറയണം. മനസ്സിൽ വെച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞു തരണം. വാട്ട് ഓൾ ആർ ദ തിങ്സ് ടു ബി ഡെബിറ്റഡ് ആൻഡ് വാട്ട് ഓൾ ആർ ദ തിങ്സ് ടു ബി ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞു തരണം. ഫസ്റ്റ് തിങ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് വെച്ച് ഈ പറയുന്ന ക്യാഷ് വെച്ച് എന്ത് തുടങ്ങി, ബിസിനസ് തുടങ്ങി. ക്യാഷ് വെച്ച് ബിസിനസ് തുടങ്ങുമ്പോൾ വാട്ട് ഈസ് ജേണൽ എൻട്രി? ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ. അപ്പൊ ക്യാഷിനെ കൂട്ടും ആര്? ക്യാപിറ്റൽ കൂട്ടും. ആര് കൂട്ടൂടെ? ക്യാപിറ്റൽ കൂട്ടും. അപ്പൊ ഒന്നാമത്തെ സാധനം നമുക്ക് കിട്ടി. ക്യാഷിനെ കൂട്ടുന്ന ഐറ്റം ആണ് ജാനുവരി 1 വന്നത്. എന്താണ് വന്നത്? ക്യാപിറ്റൽ ആണ് വന്നത്. എന്താണ് വന്നത്? ക്യാപിറ്റൽ ആണ് വന്നത്. എത്ര രൂപയുടെ ക്യാപിറ്റൽ വന്നു? 10,000 റുപ്പീസിന് എന്ത് വന്നു? ക്യാപിറ്റൽ വന്നു. എന്ത് വന്നു? 10,000 റുപ്പീസിന്റെ ക്യാപിറ്റൽ വന്നു. ഓക്കെ, ഓരോ ട്രാൻസാക്ഷൻ കാണുമ്പോൾ ജേണൽ എൻട്രി കൂടെ മനസ്സിൽ വരണം. Jan 2 purchased furniture for cash rupees 1,500. ക്യാഷിന് എന്ത് സംഭവിച്ചു? ഫർണിച്ചർ മേടിച്ചു. ക്യാഷ് കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. ആര് കാരണം കുറഞ്ഞു? ഫർണിച്ചർ കാരണം കുറഞ്ഞു. ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ആണ് സംഭവിച്ചത്. ഫ്ലോ മീൻസ് എന്താണ്? ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ക്യാപിറ്റൽ വന്നപ്പോ ക്യാഷ് ഇങ്ങോട്ട് വന്നു, ക്യാഷ് കൂടി. ക്യാഷ് ഇൻഫ്ലോ മീൻസ് ക്യാഷ് കൂടി. ക്യാഷ് ഔട്ട്ഫ്ലോ മീൻസ് ക്യാഷ് കുറഞ്ഞു. മനസ്സിലാക്കുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പഠിക്കയില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്, നമുക്ക് പഠിക്കയില്ല. നമ്മൾ ഭാവിയിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? പർച്ചേസ് ഫർണിച്ചർ ഓഫ് ക്യാഷ്. എന്താണ് സംഭവിച്ചത്? ക്യാഷ് കുറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി, പേയ്മെന്റ് സൈഡിൽ പോയിട്ട് നമ്മൾ എഴുതണം എന്ത്? ഫർണിച്ചർ കാരണം ക്യാഷ് കുറഞ്ഞു. ഫർണിച്ചർ ഹിസ് ടു ബി ക്രെഡിറ്റഡ്. ഫർണിച്ചറിന് എന്ത് ചെയ്യണം?
ക്രെഡിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ജാൻ 3 പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് മേടിച്ചപ്പോൾ എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. മനസ്സിലായോ? കൂട്ടുകാരാ? മനസ്സിലായോ കൂട്ടുകാരാ? മനസ്സിലായി സാർ. എന്താണ് ഞാൻ പറഞ്ഞത് കൂട്ടുകാരാ? ഞാൻ പറഞ്ഞു ഇത്ര മാത്രം ഞാൻ പറഞ്ഞോളൂ. ഈ പറയുന്ന ക്യാഷ് കൊടുത്ത് സാധനം മേടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാഷ് സ്വാഭാവികമായിട്ട് കുറയും. നമ്മളെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് പറയുന്നത്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡെബിറ്റ് ബാലൻസ് ആയ അസറ്റ് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. മീൻസ് ക്യാഷ് കുറഞ്ഞു. പർച്ചേസസ് മൂലം കുറഞ്ഞു. ഇപ്പൊ നിങ്ങളെ സംശയം എന്താണ്? ആ സംശയം വന്നാ എന്തുകൊണ്ട് ക്യാഷ് പർച്ചേസിനെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തു, പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട സംശയം വന്നാ? അങ്ങനെ ഒരു സംശയം വരരുത് ഒരിക്കലും. ഞാൻ എന്താണ് പറഞ്ഞത്? ഓൺലി ക്രെഡിറ്റ് പർച്ചേസസ് ആർ റെക്കോർഡ് ഇൻ വാട്ട് പർച്ചേസ് ഡേ ബുക്ക്. ഞാൻ പറഞ്ഞ കാര്യമാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മനസ്സിൽ വയ്ക്കുക, കളയരുത്. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പൊ നമുക്ക് മനസ്സിലായി സാധനം വിറ്റപ്പോൾ പൈസ കിട്ടി. പൈസ കിട്ടുമ്പോൾ പൈസ കൂടുന്നു. എന്താണ്? ജാനുവരി 6-ാം തീയതി പൈസ കൂടുന്നു. എങ്ങനെ കൂടുന്നു? സെയിൽസ് മുഖേന കൂടുന്നു. എത്ര രൂപ കൂടുന്നു? 3200 രൂപ കൂടുന്നു. ഓക്കെ. ദെൻ ജാനുവരി 11-ാം തീയതി ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ₹3000. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ₹3000. എന്താണ്? ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പുറത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ഒരു ഫിക്സഡ് എമൗണ്ട് എന്ത് ചെയ്യും? ഒരു 2000 രൂപ 3000 രൂപ എന്ത് ചെയ്യും? ഓപ്പണിൽ നിക്ഷേപിക്കും. നിക്ഷേപിക്കുമ്പോൾ നിങ്ങളെ ക്യാഷ് കുറയോ കൂടുവോ? ക്യാഷ് കുറയും. എന്ത് കൂടും? ബാങ്ക് കൂടും. മീൻസ് what will be the journal entry? Bank account added to cash. What? Bank account added to cash. ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ഇട്ടത് മൂലം ക്യാഷ് കുറഞ്ഞു. അപ്പൊ ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷിന്റെ കെട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതും. കാരണം ബാങ്ക് മൂലം എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. അടുത്ത ഡേറ്റ് ക്യാഷ് സെയിൽസ്, സാധനം വിറ്റു. ഈ സംഭവം തന്നെയാണ് ജാനുവരി 14-ന്. എന്താണ്? സെയിൽസ് തന്നെയാണ്. എത്ര രൂപയുടെ സെയിൽസ് നടന്നു? 4100 രൂപയുടെ സെയിൽ നടന്നു. ദെൻ ജാനുവരി 18-ാം തീയതി പെയ്ഡ് ഫോർ സ്റ്റേഷനറി. പെയ്ഡ് എന്ന് കേൾക്കാൻ മനസ്സിലായി? ഇറ്റ് ഈസ് പേയ്മെന്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്? ജാനുവരി 18-ാം തീയതി എന്ത് സംഭവിച്ചു? സ്റ്റേഷനറിക്ക് വേണ്ടി പൈസ പോയി. പൈസ പോയി. ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് ചെയ്തു. ദെൻ പെയ്ഡ് റെന്റ് കൊടുത്തു. പൈസ പോയി. എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് പൈസ പോയത്? ആ കാര്യം എഴുതിയാൽ മതി. എന്തിനു വേണ്ടിയാണ് പൈസ കിട്ടിയത്? ആ കാര്യം എഴുതണം. ഓക്കെ. തൊട്ടടുത്ത ഡേറ്റ് എഴുതുന്നില്ല. സോറി. നമ്മൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നമ്മൾ പറഞ്ഞില്ല. സോറി. January 26 റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ കിട്ടുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ. ക്യാഷ് കൂടി. ആര് കാരണം കൂടിയടേ? കമ്മീഷൻ എന്ന് പറഞ്ഞ എലമെന്റ് മൂലം ക്യാഷ് കൂടി. അപ്പൊ ക്യാഷ് കൂടുന്ന ഐറ്റം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നു എന്തെന്ന്? കമ്മീഷൻ. January 28
പെയ്ഡ് ടു പ്രകാശ്. പ്രകാശിന് പൈസ കൊടുത്തു. വാട്ട് വിൽ ബി ജേണൽ എൻട്രി? ജേണലിൽ എന്താണ് വരുന്നത്? പ്രകാശ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞ ഒരു എൻട്രി. ക്യാഷ് കുറഞ്ഞു. കുറഞ്ഞെങ്കിൽ ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡ് എന്തെന്ന് എഴുതി വെക്കൂടെ? പ്രകാശിന് നമ്മൾ പൈസ കൊടുത്തു. എത്ര രൂപ കൊടുത്തു? 600 രൂപ കൊടുത്തു. ഓക്കെ. ദെൻ റിസീവ്ഡ് ഫ്രം സുഗു. എന്ത് കിട്ടി? ക്യാഷ് ആണ് കിട്ടിയ സുഗുന്റെ കയ്യിന്ന്. റിസീവ്ഡ് ഫ്രം സുഗു. ഓക്കെ. സുഗുവിന്റെ കയ്യിന്ന് കിട്ടാൻ നമുക്ക് എന്ത് കിട്ടും? സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് കൂടും? ക്യാഷ് കൂടും. അപ്പൊ സുഗു എത്ര രൂപ? 1200 രൂപ. റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ് 500. റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ് ₹500. ഇതൊരു പ്രധാനപ്പെട്ട ഒരു എൻട്രി ആണ്. ഈ അടുത്ത ലാസ്റ്റ് വരുന്ന 2 എൻട്രി എന്താണ്? പ്രധാനപ്പെട്ട 2 എൻട്രീസ് ആണ് വരുന്നത്. ഈ പറയുന്ന 2 എൻട്രി ഇതുകൊണ്ട് ഒരിക്കലും കൊണ്ട് തെറ്റിക്കരുത് പരീക്ഷയ്ക്ക്. ഈ പറയുന്ന 2 കാര്യങ്ങൾ ഒരിക്കലും പരീക്ഷയ്ക്ക് കൊണ്ട് തെറ്റിക്കരുത്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചോദിക്കുന്ന സമയത്ത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ നമുക്ക് പരിഹാരമുണ്ട്. ഒരു കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞൊരു പരിഹാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പരിഹാരം എവിടെ ഇല്ല? സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഇല്ല. ഇവിടെ പറയുന്ന 2 ട്രാൻസാക്ഷൻസ് വിച്ച് ഇസ് ഒക്കോർഡ് സൈമൾട്ടേനിയസ്ലി. വാട്ട്? നമ്മൾ സാധനം വിറ്റപ്പോ നമുക്ക് പൈസ അല്ല കിട്ടിയത്, ചെക്കാണ് കിട്ടിയത്. 2, ആ പറഞ്ഞ ചെക്ക് ഞാൻ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. If you are preparing single column cash book and if you received any check means എന്താണ്? ക്വസ്റ്റ്യനിൽ ചെക്ക് റിസീവ് ചെയ്തു എന്ന് കണ്ടാൽ അല്ലെങ്കിൽ ചെക്ക് പേ ചെയ്തു എന്ന് കണ്ടാൽ എപ്പോഴാണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ടൈം you see a entry. What? You see a transaction. What? A received check and paid check. ഈ 2 എൻട്രി നിങ്ങൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ആ പറയുന്ന ചെക്കിനെ ക്യാഷ് ആയിട്ട് കാണുക. ആ പറഞ്ഞ ചെക്കിന് എന്തായിട്ട് കാണണ്ടേ? ഈ പറഞ്ഞ ക്യാഷ് ആയിട്ടൊന്ന് കണ്ടു നോക്കുക. ആ പറയുന്ന ചെക്കിനൊന്ന് ക്യാഷ് ആയിട്ടൊന്ന് കണ്ടു നോക്കിയാണ്. ക്യാഷ് ആയിട്ട് കണ്ടു നോക്കിയാൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് റെഡി ആവും. ആ ചെക്കിനെ ക്യാഷ് ആയിട്ട് കണ്ടാൽ മാത്രമേ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് റെഡി ആവുള്ളൂ. വാട്ട് ഐ മീൻ ഈസ്, ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ചെക്കുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഒക്കെ ക്യാഷിനെ അഫക്ട് ചെയ്യുന്നതിനൊപ്പം എന്തിനെ അഫക്ട് ചെയ്യണം? ബാങ്കിനെ അഫക്ട് ചെയ്യണം. അങ്ങനെ സൈമൾട്ടേനിയസ്ലി അഫക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പറയും. ബട്ട് ഹിയർ there is only one amount column which is with respect to cash. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു എമൗണ്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ക്വസ്റ്റ്യനിലോ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ചെക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് യു റിസീവ്ഡ് വാട്ട്? ക്യാഷ്. ആൻഡ് ഇഫ് യു ഡെപ്പോസിറ്റ് ദാറ്റ് ചെക്ക് ഇൻ ടു ദ ബാങ്ക്, ബാങ്കിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡെപ്പോസിറ്റിംഗ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ക്യാഷ് എന്ത് ചെയ്തു? ബാങ്ക് കൊണ്ട് ഇട്ടതിന് തത്തുല്യമാണ്. മീൻസ് ഈ പറയുന്ന എൻട്രി റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ് മീൻസ് എന്ത് കിട്ടി? റിസീവ്ഡ് ക്യാഷ് ഫോർ ഗുഡ്സ് സോൾഡ്. എത്ര രൂപ കിട്ടി? 500 രൂപ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് കൂടി. എന്ത് കൂടി? ക്യാഷ് കൂടി. എത്ര രൂപയെ? 500 റുപ്പീസ്. സബ്സിക്വന്റ് ആയിട്ട് ഈ പറഞ്ഞ എമൗണ്ട് ബാങ്കിൽ കൊണ്ടിട്ടു. അപ്പൊ ഈ പറഞ്ഞ ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു. കുറഞ്ഞു. ജാനുവരി 31 എന്ത് കുറഞ്ഞു? ക്യാഷ് കുറഞ്ഞു. ആര് മൂലം? ബാങ്ക് മൂലം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഞാൻ ഹൈലൈറ്റ് 2 ട്രാൻസാക്ഷൻ മാത്രം നമുക്ക് കുഴപ്പിക്കുന്നതായിട്ട് വരത്തുള്ളൂ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ. പക്ഷെ നിങ്ങൾ ചെക്കെന്നായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ചെക്കെന്നായിട്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം, സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എക്സാമിനറെ എന്താണെന്ന്. ചെക്ക് എന്ന് കണ്ടാൽ അത് ക്യാഷ് ആണെന്ന് സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് സ്വയമേ മനസ്സിലങ്ങ് പറഞ്ഞ് ബോധിപ്പിച്ചതിന് ശേഷം അങ്ങ് വച്ചം കാച്ചണം. എന്താണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണോ കൂടുതൽ നോക്കണം. എവിടെയാണോ
കൂടുതലെന്ന് നോക്കണം. കൂടുതൽ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? അത് കൂട്ടി എഴുതണം. ഡെബിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. കൂടുതലുള്ള എമൗണ്ട് എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും കൃത്യമായിട്ട് എഴുതണം. രണ്ട് സൈഡിലും കൃത്യമായിട്ട് എഴുതണം. എഴുതിയിട്ട് ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് ബാക്കി എത്രയും കൂടെ വരണം എന്ന് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഞാൻ എക്സൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ അടിച്ച് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ എത്ര രൂപ കിട്ടും? 7,250 രൂപ എന്ത് കിട്ടും? സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്യാഷ് ബാലൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ നമ്മൾ ഈ പറഞ്ഞ എക്സ്കേ ബട്ടൺ അടിക്കാൻ ഞാൻ പറഞ്ഞ ലിങ്ക് ഒന്ന് പോകാൻ വേണ്ടിയാണ് എസ്കേ ബട്ടൺ അടിക്കുന്നത്. പക്ഷേ എസ്കേ ബട്ടൺ തന്നെയാണ് എന്ത് അടിക്കേണ്ടത്? ഈ പറയുന്ന ഫ്ലോട്ടിംഗ് സ്ക്രീൻ പിന്നെ വരണമെങ്കിൽ എന്ത് തന്നെ അടിക്കേണ്ടത്? എസ്കേപ്പ് ആണ് അടിക്കേണ്ടത്. 2 എസ്കേപ്പ് അടിക്കുമ്പോൾ എല്ലാം കൂടെ പോകുന്നു. ഓക്കെ, തൊട്ടടുത്ത മാസം February 1 നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യും. ഈ പറഞ്ഞ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ബ്രോ ഡൗൺ ചെയ്യും. 7250. ഇതാണ് എന്തിനെ പറ്റി പറയാനുള്ളത്? സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ പറ്റി പറയാനായിട്ടുള്ളത്. എന്താണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഞാനിപ്പോ പറയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ പറയാം.